എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPക്കും കേരള മുഖ്യമന്ത്രിയായ VD സതീശനും ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലയാളത്തിൻ്റെ ഒരേ ഒരു ഉരുക്ക് വനിതയായ ചിന്ത ജെറോം വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതായത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നില്ല, പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ ഏതാണ്ട് തീരുമാനമായി. ഓഗസ്റ്റ് 19 ആയിരിക്കും ചിലപ്പോൾ ചിന്ത ജെറോം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോഴും DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ്. ആ വസീഫിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ചിന്ത ജെറോം ആ സ്ഥാനത്തേക്ക് വരുന്നത്. പിന്നെ മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. അതായത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ VK സനോജാണ്. ആ സനോജിനെ റീപ്ലേസ് ചെയ്തിട്ട് കല്യാശ്ശേരി MLA ആയ വിജിൻ വരാൻ പോകുന്നു എന്നുള്ള മറ്റൊരു വാർത്തയും കൂടി ഇതിനോട് ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവരൊക്കെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ BJP നന്നേ പ്രയാസപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് അമിത്ഷായും അജിത് ഡോവലൊക്കെ നിർണായകമായ യോഗം കൂടിയിരിക്കുകയാണ് ഡൽഹിയിൽ. ഈ ചിന്താ ജെറോം വരുന്നതിന് മുന്നോടിയായിട്ട് ഡോവലും അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ അർദ്ധരാത്രിയിൽ പ്രത്യേക മീറ്റിംഗ് വിളിച്ചു. ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം, കേരള മീഡിയ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു മീറ്റിംഗ്, അതായത് രഹസ്യമായ മീറ്റിംഗ് കൂടി ഭാവി പരിപാടികൾ ചിന്താ ജെറോമിനെ എങ്ങനെ നേരിടും, ഏത് തന്ത്രം ഉപയോഗിച്ച് ചിന്താ ജെറോമിനെ നേരിടും എന്നുള്ള ഒരു തീരുമാനം ഇവർ 3 പേരും തമ്മിലുള്ള 3 മണിക്കൂർ നീണ്ട മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ ഭരണകക്ഷിയായ നമ്മുടെ UDF VD സതീശനൊക്കെ ആകെ പെട്ടിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത്, ഇനി വരുന്ന 5 വർഷം നടക്കാൻ പോകുന്നത് സമരങ്ങളുടെ പരമ്പരയായിരിക്കും. അതായത് UDFന്റെ മന്ത്രിമാരെയോ UDFന്റെ മന്ത്രിസഭയോ പോലും ഒരു തരത്തിൽ പോലും ശ്വാസം വിടാൻ ചിന്താ ജെറോം വിടില്ല. അതായത് മലയാളത്തിൻ്റെ ഒരേ ഒരു ഉരുക്ക് വനിതയാണ്. വലിയ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം അണികളൊക്കെ നടത്തി. അണികളൊക്കെ ആഘോഷിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ കൂട്ടരെ, ഇത് തൊട്ട് കുറച്ച് നാൾ മുന്നേ കണ്ണൂർ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ കുറച്ച് KSUവിൻ്റെ കുറച്ച് പിള്ളേർ, കുറച്ച് കുട്ടികളൊക്കെ ചേർന്നിട്ട്, അതായത് അന്നത്തെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇവർ കുറച്ച് മുദ്രാവാക്യം വിളിച്ചു, കരിങ്കൊടി കാണിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ ഈ തള്ള എന്താ പണിയെടുത്തെന്ന് അറിയോ? അതായത് എന്നെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നു, ICUവിൽ പ്രവേശിപ്പിക്കുന്നു, വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ മെഡിക്കൽ ടീം രൂപീകരിക്കുന്നു, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നു, വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ അന്ന് CPM ഇവരൊക്കെ ചേർന്നുണ്ടാക്കി. അപ്പോൾ അന്ന് ആക്രമിച്ച പിറ്റേന്ന് ഈ സംഭവം നടന്ന പിറ്റേന്ന് ഇതിനൊന്ന് ഭയങ്കര പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം നടന്നു. ആ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്താണെന്നറിയോ? അതായത് അച്ഛൻ ഇല്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ച വ്യക്തിയാണ് ഈ ചിന്താ ജെറോം. അപ്പോൾ അങ്ങനെയുള്ള ചിന്താ ജെറോമിന് എന്തുകൊണ്ടു തന്നെയും ഈ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ, ഇന്ന് കേരളത്തിലെ ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ ഈ ചിന്താ ജെറോം തന്നെയാണ്. അതായത് ഇനി ഓൺലൈൻ മീഡിയകൾക്കും കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയകൾക്കും ഇനി ചാകരയായിരിക്കും. അതായത് ഇനി കോമഡി പടം കാണേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കുറേ കാലമായിട്ട് മലയാളികൾ ഇങ്ങനെ കോമഡി പടം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷമാണ് അതിന് കുറച്ചെങ്കിലും ഒരു പരിഹാരമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അപ്പം സിദ്ധാന്തമൊക്കെ വലിയ രീതിയിൽ, അതായത് 10 തലയുള്ള രാവണനാണ് അയാൾ. ഇയാളുടെ അപ്പം സിദ്ധാന്തമൊക്കെ വലിയ വൈറലായിരിക്കുന്നത്. അപ്പോൾ വലിയ കൊട്ടിഘോഷിച്ചാണ് അന്ന് സംസ്ഥാന സെക്രട്ടറിയായിട്ട്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ വരുന്നതും, ആ MV ഗോവിന്ദൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ യാത്രയിലാണ് വിശ്വവിഖ്യാതമായ ലോകം തന്നെ അമേരിക്ക പോലും ഞെട്ടിയ ആ പ്രസംഗം, ഏത് പ്രസംഗം? മറ്റേ അപ്പം സിദ്ധാന്തം. ആ അപ്പം സിദ്ധാന്തത്തിന് ശേഷം, തിയറിക്ക് ശേഷം അപ്പം ഗോവിന്ദൻ എന്നുള്ളൊരു പേര് വീഴുകയും ഇയാൾ ഇത്രമാത്രമേ ഉള്ളൂ എന്ന് ശരിക്കും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മനസ്സിലായ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഈ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം, ചിന്താ ജെറോം DYFIയുടെ ത്തോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഒരു വലിയ ഒരു ശക്തമായ നിരയാണ് ഇപ്പോൾ CPMന് ഉണ്ടാകാൻ പോകുന്നത്. അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് MV ഗോവിന്ദൻ, സാക്ഷാൽ MV ഗോവിന്ദൻ, അതായത് അമേരിക്ക പോലും ഭയപ്പെടുന്ന MV ഗോവിന്ദൻ. പിന്നെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നമ്മുടെ ചിന്താ ജെറോം വരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നമ്മുടെ ശിവപ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, അവൻ സംസാരിക്കുമ്പോണ്ടല്ലോ അവൻ്റെ വായിന്ന് വെള്ളം വരുന്നൊക്കെ ഇങ്ങനെ കാണാം. അവൻ്റെ മുഖഭാവവും അവൻ്റെ സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അപ്പോൾ എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള ട്രോളുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാക്ഷാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് പേടിച്ചിരിക്കുകയാണ്. ചിന്താ ജെറോം വന്നു കഴിഞ്ഞാൽ എത്തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്ന് അവർ ഭയപ്പെടുന്നു.
വലിയ രീതിയിലുള്ള എന്താ പറയേണ്ടത് മുന്നൊരുക്കങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിന്താ ജെറോമിനെ എങ്ങനെ നേരിടും എന്നതിനെ വലിയ രീതിയിലുള്ള ഹൈ ലെവൽ മീറ്റിംഗ് ഓൾറെഡി BJP കൂടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കേരളത്തിലോട്ട് വരികയാണെങ്കിലും UDFും വലിയ രീതിയിൽ ചിന്താ ജെറോമിനെ ഭയപ്പെടുന്നു. കാരണം എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഒരേ ഒരു ഉരുക്ക് വനിതയാണ് ഈ ചിന്താ ജെറോം. ഈ ചിന്താ ജെറോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടല്ലോ, ചിന്താ ജെറോം ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള വ്യക്തിയായിട്ട് ഡോക്ടർ ചിന്താ ജെറോം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ വലിയ രീതിയിലുള്ള എന്താ പറയേണ്ടത് വാചക കസരത്തൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കാലം മുന്നേ ഒരു ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോൺക്ലേവിൽ സംസാരിക്കുമ്പോൾ CPM റെപ്രസെൻറ്റ് ചെയ്ത് കുറേ ദിവസമുള്ള പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ആ ഒരു ദിവസം ചിന്താ ജെറോം ഈ CPM റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തത് K. അണ്ണാമലൈ, നമ്മുടെ ശശി തരൂർ, അങ്ങനെ ആനന്ദ് രംഗനാഥൻ, തേജസ്വി സൂര്യ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുകളൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഓരോ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടൊക്കെ, ഓരോ പാർട്ടിയും ഓരോ സംഘടനയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത്. ഇവിടെ CPM റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചിന്താ ജെറോമാണ് അന്ന് ആ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്തത്. അന്ന് പുള്ളിക്കാരിയുടെ ഒരു വിശ്വവിഖ്യാതമായ, അതായത് അപ്പം തിയറി മാതിരി വലിയൊരു വിശ്വവിഖ്യാതമായ ഒരു തിയറിയല്ല, വലിയൊരു പ്രസംഗം നടത്തിയിരുന്നു ഈ ചിന്താ ജെറോം. എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് ചേഞ്ചിങ് ഇമ്പോസിബിൾ തിങ്സ് ഓഫ് ടുഡേ ടു പോസിബിൾ തിങ്സ് ഓഫ് ടുമോറോ. വളരെ വിശ്വവിഖ്യാതമായ ഒരു പ്രസംഗമായിരുന്നത്. എന്താ പറയണ്ടത്, ഒരു രക്ഷയില്ലാത്ത. അന്ന് തന്നെ മനസ്സിലായതാണ് ഈ ചിന്താ ജെറോമിന് ഇത്രയും കാലിബറുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ പല ആൾക്കാരും പല കോണിൽ നിന്ന് അണികൾ, ഈ CPM ഇൻ്റലക്ച്വൽസ് ഉണ്ട്, ഈ സോഷ്യൽ മീഡിയ ഇൻ്റലക്ച്വൽസ് ഒക്കെ, അന്ന് തന്നെ പറഞ്ഞത് ചിന്താ ജെറോമിനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം, അതായത് വലിയ രീതിയിൽ ചിന്താ ജെറോമിൻ്റെ കാലിബർ പാർട്ടി യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം വന്നേ. എന്തിനായാലും കേരള രാഷ്ട്രീയം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള സമര പരമ്പരകൾക്കായിരിക്കും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സാക്ഷാൽ മലയാളത്തിൻ്റെ ഒരേ ഒരു ഉരുക്ക് വനിതയായ ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ. അങ്ങ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി പോലും ഭയപ്പെടുന്ന ചിന്താ ജെറോം ഇവിടെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുമുണ്ടല്ലോ. ശരിക്കും കേന്ദ്രം BJP തന്നെ നടുങ്ങും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. നടുങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പ്രതിഷേധമായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അതായത് ചിന്താ ജെറോമിൻ്റെ വായിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ BJP നരേന്ദ്രമോദിയും അമിത്ഷായും ബുദ്ധിമുട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ആ ദിവസത്തിനായി കാത്തിരിക്കാം. ഏപ്രിൽ 19 മലയാളത്തിൻ്റെ ഒരേ ഒരു ഉരുക്ക് വനിതയായ ചിന്താ ജെറോം നമ്മുടെ DYFI സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പോകുന്നത്. നമുക്ക് ആ ദിവസത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.